ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ, കാണാറില്ല. അപ്പോൾ ഇന്ന് ഒന്ന് മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണെന്ന് ഇപ്പോൾ എനിക്ക് കമ്പനിക്ക് ഇത് ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടച്ചക്ക തോരൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കാൻ വിചാരിക്കുന്നത് നമുക്ക് ഡെയിലി വീട്ടിൽ എല്ലാവരും കുക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ അമ്മമാർക്കും അറിയാം രാവിലെ എന്ത് കുക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. എന്ത് വേണം, ഇന്നിപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതായിരിക്കും. എനിക്കും ഉണ്ട്. ഇന്ന് എന്തുണ്ടാക്കും, എന്ത് കറി വയ്ക്കും, ഇന്നെന്ത് തോരൻ വയ്ക്കും. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാണിക്കാനാണ് ഞാനിപ്പോൾ എല്ലാ പച്ചക്കറികളും നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ആ പച്ചക്കറി വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. വെറൈറ്റി ഒന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കാം, ഇല്ലയെന്ന് പറയുന്നില്ല, ചെയ്യാം, അതും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വ്യൂവേഴ്സിന് ഒരുപാട് സന്തോഷം തോന്നി. സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം നമുക്ക്. കടച്ചക്കയുടെ തോരനാണ് ഇന്ന്. ഇതാണ് കേട്ടോ എൻ്റെ കടച്ചക്കയുടെ തോരൻ വെച്ചത്. അപ്പോൾ കടച്ചക്ക നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതാണ് കടച്ചക്ക. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചു, ജീരകം ഒരു 1/2 ടീസ്പൂൺ ജീരകം അതും ഞാൻ പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും അതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച കടച്ചക്ക ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം ഇതിലേക്ക് ചതയ്ക്കുന്ന നാളികേരത്തിലും കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കണം. ഇത് വെള്ളം ഒഴിക്കണം, എന്നാലേ ഇത് വേവുള്ളൂ. അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇതിൽ കാണിച്ചില്ല, വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ആ നേരം നമുക്ക് നാളികേരം ചതച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 1/2 കപ്പ് നാളികേരത്തിൽ 3 വെളുത്തുള്ളിൻ്റെ അല്ലി ഇടുക, ഒരു 4 ചെറിയുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇത് കാന്താരി മുളകാണ്. ഞാൻ 5 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായ കാന്താരി മുളകാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ചതച്ചെടുത്തു. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ചതച്ചതുള്ളത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഉപ്പേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കടച്ചക്കയിലേക്ക് ഞാൻ ആഡ് ചെയ്തു. കഷ്ണങ്ങൾ ഫുള്ളായിട്ട് വെന്തിട്ടില്ല, കുറച്ചും കൂടെ കുക്കായി വരാണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചത് മതിയായിട്ടില്ല. അപ്പം ഞാനിനി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് തളിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒതുക്കി വെച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കില്ല. ഈ ഒതുക്കി വെക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. അതായത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വാക്ക് അമ്മ പറയുന്ന കേട്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ അത് നിങ്ങളോടും കൂടെ പറയണം തോന്നി. തട്ടിപ്പൊത്തി അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയായി. ഇപ്പം എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടച്ചക്ക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ, ഒരു തോരൻ വെച്ച് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വീട്ടിലുണ്ടായ കടച്ചക്കയാണ്. ഇത് ഞാൻ വെന്തോ നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, ഉടഞ്ഞു വന്നു അത്. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ കടച്ചക്കയാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്.